ആക്ക് വേണ്ടി ദുആ തുടങ്ങേണ്ടത് നമ്മളെ നിക്കാഹിൻ്റെ സമയത്ത് ഉസ്താദ് ചെയ്യണ ഒരു ദുആ ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. പുതിയാപ്പിളയ്ക്ക് കേൾക്കാൻ നേരം ഉണ്ടാവില്ല, പുതിയ പെണ്ണിന് തീരെ നേരം ഉണ്ടാവില്ല. കാരണം അവൾ റീൽസൊക്കെ കളിക്കാൻ വേണ്ടി പരമസുന്ദരിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അവൾക്ക് തീരെ നേരം ഉണ്ടാവില്ല. പിന്നെ ആകെ അതിന് നേരെ ഉള്ളത് പള്ളിയിൽ നിന്ന് വരുന്ന മുഖ്രിക്കാക്കും അതുപോലെ ഖത്തീബിനും ഒപ്പിടാൻ വേണ്ടി വലിയ തൗറാത്ത് കണക്കുള്ള രജിസ്റ്റർ ബുക്കും കൊണ്ടുവരുന്ന സെക്രട്ടറിക്കും പ്രസിഡന്റിനും മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊന്നും കേൾക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഉസ്താദ് വാജി അല്ലാഹുമ്മ ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫി ഖൈരിൻ വലതുഫി വആഫിയ ആമീൻ. പെട്ടെന്ന് നിർത്തിയിരുന്ന മൊയിലാരെ ചോര വെച്ചുകൊണ്ട് പോകാറുന്നത് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക, കട്ട മീറ്റിങ്ങിലാണ്. ആ സമയം മുതലാണ് ദുആ. പുയ്യാപ്പിളയ്ക്ക് അന്നേരം ആമീൻ പറയാനും, പുതിയാപ്പിള പിന്നെ അന്നിങ്ങനെ ഈ തേച്ച തുണിയൊന്നും ചുളുങ്ങാതെ ഭയങ്കര ഫ്രഷ്നെസ്സിൽ അങ്ങനെ മേക്കപ്പൊക്കെ പുരട്ടി ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഭയങ്കര പുതിയാപ്പിള ഭയങ്കര പുതിയ പെണ്ണും അങ്ങനെ തന്നെ. ഇവിടം പോലെ ഇവിടം വരെ വളയുണ്ട്, ആഭരണം ഉണ്ട്. അന്ന് പിന്നെ വുളു എടുക്കാനും നിസ്കരിക്കാനും പെയിൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. കല്യാണത്തിൻ്റെ നിസ്കാരം അള്ള മാറ്റിക്കൊടുത്ത പോലെയാണ് നിപ്പ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്യണ സമയത്താണ് ഈ ദുആ. അള്ളാഹുവേ ഇവർക്കും ഇവരുടെ തലമുറക്കും നീ ബറക്കത്ത് ചെയ്യണം, ഇവരിൽ നിന്നുണ്ടാവുന്ന മക്കൾ അള്ളാഹുവെ സോലിഹീങ്ങളാക്കണം. അതൊന്നും ഇവിടെ ചിന്തിക്കാൻ നേരമില്ല, അവർ വേറെ ലോകത്താണ് ജീവിക്കാം. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായ സയ്യിദ് അവറുകൾ ഒരു നിക്കാഹിന് പോയി ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ അങ്ങോട്ട് ഇരുത്തി. അവിടുത്തെ ഖത്തീബുണ്ട്, നിക്കാഹ് ചെയ്യാൻ വന്ന തങ്ങളുണ്ട്. പുതിയാപ്പിള ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് മറ്റേ തിരുപ്പള്ളി എന്തിന് ഒരു പാട്ടുണ്ടല്ലോ, ഏത് പള്ളി, കോട്ടയം പള്ളിയാ പാലാപ്പള്ളിയാ, ആ പാട്ടൊക്കെ പാടിയിട്ട് പുതിയാപ്പിള ഇങ്ങനെ കൊണ്ടുവരണം. അതിൻ്റെ കൂടെ കുറേ ഹാജിയാക്കന്മാർ അങ്ങനെ അങ്ങനെ തലയെക്കെട്ടൊക്കെ കെട്ടി ഭയങ്കര റാഹത്തായിട്ട് സായിയും തവാഫൊക്കെ കഴിഞ്ഞ് പറഞ്ഞ പോലെ ഇങ്ങനെ വരികയാണ് പുതിയാപ്പിളെ കൊണ്ട്. ഞാൻ തങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എഴുന്നേറ്റ് വെക്കൂടായിരുന്നു അവിടെ നിന്ന്. തങ്ങൾ പറയാണ്, എൻ്റെ അപ്പുറത്തെ കസേര ഒരാളുണ്ട്, എൻ്റെ ഇടത്തെ കൈ അയാൾ അമർത്തി കസേര വെച്ചിട്ടുണ്ട്, വലത്തെ സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട്, അയാൾ വലത്തെ കൈ അമർത്തി കസേര വെച്ചിട്ടുണ്ട്, ചലിക്കാൻ പറ്റാത്ത രീതി ആണി അടിച്ച് വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുകയാണ്, ഒരു രക്ഷയില്ല എന്ന് പറയാം. ആണ് പെണ്ണൊക്കെ കളിക്കുക, അവർക്കൊന്നും വിഷയമില്ല. നിക്കാഹിൻ്റെ പ്രധാനപ്പെട്ട സമയത്ത് അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈനി ദുആ ചെയ്ത് ബാറക്കല്ലാഹു ലക്കുമാ ദുആ ചെയ്ത് ഇവർക്ക് കൊടുക്കുന്ന മക്കളിൽ ബറക്കത്ത് ചൊരിയണം, സോലിഹീങ്ങളാക്കണമെന്ന് ദുആ ചെയ്യുന്ന സമയത്ത് പടച്ചവനെ, എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് പടച്ചവനെ ഇത്. ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ദുആയിന് ആമീൻ പറയണം. എൻ്റെ തലമുറയിൽ ഇനി വരുന്ന മക്കൾ കള്ളും കഞ്ചാവും ലഹരിക്കും അടിപ്പെട്ടു പോകാനും പാടില്ല. അവിടം മുതലേ ചിന്തിച്ചിട്ട് ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. പിന്നെ ഗർഭവതിയാണെന്നറിഞ്ഞാൽ, ഗർഭത്തിന്റെ അടയാളങ്ങൾ വന്ന് ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാകുമ്പോൾ അത് ആദ്യം മനസ്സിലാകുന്നത് പെണ്ണിന് തന്നെയാണല്ലോ. ആ സമയത്ത് പെണ്ണേ, നീ ആദ്യം വിളിച്ചു പറയേണ്ടത് ഭർത്താവിനോടല്ല. പിന്നെ ആരാ ആദ്യം വിളിച്ചു പറയേണ്ടത്? ആദ്യം ആ വിവരം പറയേണ്ടത് ഭർത്താവിനോടല്ല, പടച്ചവനോട് പറയണം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഈ സന്തോഷം അറിയിക്കാൻ പോവാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ തരുന്ന കുഞ്ഞാണ്. ഈ കുഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്താവണം. അവനെ കാണുമ്പോൾ ഐശ്വര്യമുണ്ടാകണം, അവന് ദാരിദ്ര്യമുണ്ടാവരുത്. അതേ ചാവക്കാട് തളിക്കുളത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് 19 മാസം 19 ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞുമോൻ ഉമ്മയെ കാണാതെ പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുമോന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രസവിച്ചിട്ട് 19 ദിവസമല്ലേ ആയിട്ടുള്ളൂ. പ്രസവിച്ചിട്ട് 19 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ എന്തൊക്കെ തകരാറുകളുള്ള, എത്രയോ ക്ഷീണമുള്ള, എത്രയോ വേദനകളുള്ള, എത്രയോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാ. ആ സമയത്ത് അല്ലാഹുവേ പടച്ചവനെ, ബോധമില്ലാതെ, ഭാര്യയോടൊരു തരി സ്നേഹം പോലുമില്ലാതെ, ഒരു മാനസിക പരിഗണന പോലുമില്ലാതെ, ഭ്രാന്ത് പിടിച്ചവനെ പോലെ അല്ലാഹുവേ പടച്ചവനെ, തൻ്റെ കുഞ്ഞാണ് മടിയിലിരിക്കുന്നത്, മാറത്തിരുന്ന് പാലിറ്റ് കുടിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ അല്ലാഹുവേ പടച്ചവനെ, തലങ്ങും ബലങ്ങും വെട്ടിയിട്ട് കൊന്നുകളഞ്ഞ, കാടത്തം മരവിച്ചു പോയ കാട്ടുമൃഗങ്ങൾ പോലും നാടിച്ചു പോകുന്ന മ്ലേച്ഛതയും മോശവും ചെയ്ത് പത്രമാധ്യമത്തിലൂടെ ഒരു രാക്ഷസന്റെ കഥ നിങ്ങൾ വായിച്ചെങ്കിൽ അല്ലാ, ആ ചെറിയ വീട്ടിന്റെ അകത്ത് 19 ദിവസം മാത്രം പ്രായമായ കുഞ്ഞു പൊട്ടിക്കരയുമ്പോൾ
എവിടെ തനിക്ക് കഴിഞ്ഞ മണിക്കൂറിൽ കരയുമ്പോൾ ഓടി വന്ന് വാരിയെടുത്തതെന്റെ ഉമ്മച്ചി എവിടെ? ഞാനൊന്ന് അത്ഭുതത്തോടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ കാലൊന്ന് അനങ്ങിയാൽ ഓടി വന്നിട്ട് തണുത്ത കൈകൾ കൊണ്ട് എന്നെ സമാശ്വസിപ്പിക്കുന്ന കൈകൾ എവിടെ? എന്നെ സമാധാനിപ്പിക്കുന്ന ഉമ്മ എവിടെ? എൻ്റെ മൂളിപ്പാട്ട് എവിടെ പോയി? എൻ്റെ താരാട്ട് എവിടെ പോയി? ഏത് പാതിരാത്രിയിലും എന്നെ തേടിയെത്തുന്ന തലോടൽ എവിടെ പോയി? 19 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മുമ്പിലിട്ടിട്ട് തനിക്ക് പാല് തരുന്ന പ്രിയപ്പെട്ട മാതാവിന് വെട്ടിയറുത്ത മൃഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് കുടുംബജീവിതത്തിന് വിലയില്ലാത്ത മക്കളുടെയും ഭാര്യയുടെയും ഭർത്തൃബന്ധത്തിന്റെയും അല്ലാഹുവേ പടച്ചവനെ മൂല്യം തിരിച്ചറിയാത്ത രീതിയിൽ ഇന്നത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുമ്പോ പാനൂര്, കണ്ണൂർ ജില്ലയിലെ പാനൂര് വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വിഷം കുത്തിവെക്കാ നമ്മുടെ മക്കളെ ഇട്ട് കൊടുക്കല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട തലമുറയെ കള്ളിനും കഞ്ചാവിനും എറിഞ്ഞു കൊടുക്കല്ലേ, കന്നുകാലികളെ പോലെ ജീവിക്കട്ടെ എന്ന് നിങ്ങൾ തീരുമാനിക്കല്ലേ. വസാലി ഇമാമിന്റെ ഉപ്പ കരഞ്ഞു ദുആ ചെയ്തതുപോലെ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട മക്കളെ രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന ഉലമാക്കളിൽ പെടുത്തണേ അല്ലാ. ഒന്ന് ഓർമ്മിച്ചു നോക്കിയേ നിങ്ങൾ. ആ രംഗം ആലോചിക്കുമ്പോൾ സങ്കടമാണ്. എൻ്റെ മകൾക്കിപ്പോൾ 4 വയസ്സാകാൻ പോവാണ്. ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയാകുന്നു. വീട്ടിലേക്ക് എപ്പോഴെത്തുമെന്ന് പറഞ്ഞിട്ട് മോള് വിളിക്കുന്ന രംഗം, ഈ 19 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിൻ്റെ വാർത്ത വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നു. റബ്ബേ, എന്തുമാത്രം ഒരു മാതാവിൻ്റെ കെയർ കിട്ടേണ്ടുന്ന സമയമാണ്. ഒരു ഉമ്മയുടെ തലോടലിൻ്റെ വില മനസ്സിലാക്കേണ്ട സമയമാണ് അല്ലേ? വേറെ ആരെ ആ സമയത്ത് വേണ്ടല്ലോ ആ കുഞ്ഞിന്. ലോകത്ത് ആ കുഞ്ഞിന്, ഈ 19 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ലോകത്ത് ആ സമയത്ത് ആരെയും വേണ്ട. തനിക്ക് ആകെ ആവശ്യമുള്ളത് ആ ഉമ്മയാണ്. ആ ഉമ്മയെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ അങ്ങനെ തന്നെ കുഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയെ വെട്ടിക്കൊന്ന ഒരൽപ്പം പോലും കാരുണ്യം ഹൃദയത്തിലില്ലാത്ത ഒരു കാലം ചിന്തിക്കാൻ പോലും കഴിയൂല. വേടന്റെ വലയ്ക്കകത്ത് പെട്ടുപോയ തള്ളമാൻ കുഞ്ഞിനെ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള അനുവാദം വാങ്ങിക്കൊടുത്ത അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനമായി കൊണ്ടുകൊടുത്ത പ്രാവിൻ കുഞ്ഞിനെ നോക്കിയിട്ട് ഇതിൻ്റെ തള്ളയുടെ അരികത്ത് കൊണ്ട് വെക്കലാണ് മോനെ എനിക്ക് നീ തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞ് ആ പിഞ്ചുബാലനെ സന്തോഷിപ്പിച്ച് മടക്കി വിട്ട കാരുണ്യത്തിൻ്റെ നിറനിലാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചരിത്രം ഏറെ പറയാൻ പോകുന്ന മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത്തരം രംഗങ്ങൾ മനസ്സിനെ വല്ലാതെ സങ്കടമുണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് തമാശ കളഞ്ഞിട്ട് ഗൗരവത്തോടെ ഞാൻ പറയുന്നത്, ഈ പ്രിയപ്പെട്ട മക്കൾ നാളെ നമ്മുടെ നെഞ്ചത്ത് കാല് വെച്ചുകൊണ്ട് കള്ളും ബോധവുമില്ലാതെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവരായി മാറാൻ പാടില്ല. നമ്മുടെ മുമ്പിലിട്ട് സ്വന്തം ഭാര്യയുടെ കഴുത്ത് വെട്ടിയെറുക്കുന്ന മൃഗമായി മാറാൻ പാടില്ല. നമ്മുടെ മുമ്പിലിട്ട് സ്വന്തം മക്കളെ ഷാളുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന മൃഗമായിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ടാണ് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചോനെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം, മുത്തഖീങ്ങളാക്കണമെന്ന ദുആ കൊണ്ട് നടക്കാൻ പറഞ്ഞത്. ഗർഭവതിയാകുമ്പോ അള്ളാഹിനോട് കരഞ്ഞ് ദുആ ചെയ്യണം പെങ്ങളെ. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ കുഞ്ഞ് ഒരു തകരാറും കൂടാതെ എല്ലാ സ്വലാഹിയത്തുകളും എല്ലാ നന്മകളും നിറച്ച കുഞ്ഞായിട്ട് നീ പുറത്തു കൊണ്ട് വരണേ അല്ലാ. എന്നിട്ട് മനോഹരമായ നല്ല പേര് നിന്റെ കുഞ്ഞിന് നിശ്ചയിച്ചിട്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കുമ്പോഴെല്ലാം ബിസ്മി പറഞ്ഞിട്ട് പറയിപ്പിച്ചിട്ട് രാവിലെ ഉണരുമ്പോ അല്ലാഹുവേ ആ മക്കളെ ശീലിപ്പിക്കുക. ഇസ്ലാമികമായ രീതികള്, വേഷവിധാനത്തിന്റെ രീതികള്, സംഭാഷണത്തിന്റെ ശൈലികള്, അതെല്ലാം അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ന് എത്രയോ സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. ഒരുപാട് പ്രീ സ്കൂളുകളുടെ കാലമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന
പഠിപ്പിക്കുന്ന, പ്രാർത്ഥന പഠിപ്പിക്കുന്ന, ദിക്റ് പഠിപ്പിക്കുന്ന അല്ലാഹുവേ, ആ കുഞ്ഞുമക്കൾക്ക് നല്ല ബുദ്ധിയാണ് അല്ലാഹു കൊടുത്തിരിക്കുന്നത്, ഉപകാരപ്പെടുത്തണം. ഇന്ന് ഞാൻ ഫാറൂഖിന്റെ വീട്ടിലിരിക്കുമ്പോ സംസാരിക്കാൻ കഴിയാത്ത, കേൾക്കാൻ പോലും കഴിയാത്ത, ഏകദേശം ഒരു 10-18 വയസ്സോളം പ്രായം വരുന്ന ഒരു പൊന്നുമോൻ ഇങ്ങനെ കൈതന്നിട്ട് പോകുമ്പോ അല്ലാഹുവേ, എന്റെ നെഞ്ചു പൊട്ടിപ്പോയി റബ്ബേ. ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല, ശരീരം കാണാൻ പ്രശ്നമൊന്നുമില്ല, ഏകദേശം കാണാൻ നല്ല ചന്തമുള്ള ശരീരത്തിന്റെ ഉടമയാണ്. പക്ഷേ സംസാരശേഷി അല്ലാഹു കൊടുത്തിട്ടില്ല. അല്ലാഹുവേ, കേൾവി ശക്തി അല്ലാഹു കൊടുത്തിട്ടില്ല. ലോകത്ത് ആ കുഞ്ഞിന്റെ നാവിൽ നിന്ന് അല്ലാഹ് എന്ന് പറയുന്നത് ഉമ്മാക്ക് കേൾക്കാൻ പറ്റൂല. ലോകത്ത് അല്ലാഹ് എന്ന് മറ്റാരെങ്കിലും പറയുന്നത് ആ കുഞ്ഞിനും കേൾക്കാൻ പറ്റൂല. ഇതൊക്കെ വച്ച് നോക്കുമ്പോ അനുഗ്രഹങ്ങളെ നിറച്ചു തന്നിരിക്കുന്ന പെങ്ങളെ, അനുഗ്രഹങ്ങളെ വാരിക്കോരി തന്നിരിക്കുന്ന യുവാക്കളെ, ആ പ്രിയപ്പെട്ട നിഅമത്തുകളെ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, ആ ശാകിറിന്റെ വഴിയിലേക്ക് തുറന്നിടാൻ നമുക്ക് കഴിയട്ടെ. ദുആ മാത്രം പോരാ, രണ്ടാമതൊരു സംഗതി കൂടി വേണം. എന്താണത്? രണ്ടാമതൊരു സംഗതി കൂടി വേണം. എന്താണത്? നമ്മളെ കണ്ട് പഠിക്കൂ എന്ന് മക്കളോട് പറയണം. സുബൈറിൻ്റെ മോനെ കണ്ട് പടി, ജലീലിൻ്റെ മോളെ കണ്ട് പടിയെന്നല്ല, ഉമ്മച്ചിയെ കണ്ട് പടിയെന്ന് പെൺകുട്ടികളോട് ഉമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വാപ്പായെ കണ്ടുപടി, എന്നെ കണ്ടുപടിക്കുമോനെ എന്ന് ആൺകുട്ടികളോട് വാപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന എത്ര ഉപ്പമാരിവിടെ ഉണ്ടാവും? കാരണം പോയിരുന്ന് ഖുർആൻ ഓതറാന്ന് പറഞ്ഞിട്ട് വാപ്പ മറ്റേ മൊബൈലിൽ സാധനം എടുത്തിട്ട് വാപ്പ ഇങ്ങനെ ഞെക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോയിരുന്ന് ഖുർആൻ പഠിക്കടിയെന്ന് ഉമ്മ പറഞ്ഞിട്ട് ഉമ്മ കാണുന്നത് വേറെയാണ് അല്ലേ? ഉമ്മ കാണുന്നത് മോളിങ്ങനെ ഉമ്മ നോക്കിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ കാണാൻ വേണ്ടി മോളിങ്ങനെ ഓടി അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നീ അങ്ങോട്ട് പോയി, നിനക്ക് കാണാൻ പറ്റിയല്ല. അപ്പം മോക്ക് മനസ്സിലാവും, അപ്പോൾ ഉമ്മാരെ പ്രായമാകുമ്പോൾ ഉമ്മാക്ക് മാത്രം കാണാനുള്ള കുറച്ച് സാധനങ്ങൾ മൊബൈലിലുണ്ട് എന്ന് മോള് ചിന്തിക്കും, മോനും ചിന്തിക്കും. ആ രീതിയിലൂടെ അവരുടെ മൈൻഡ് വളരും. അവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ചെറിയ മക്കൾ നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഭയങ്കര അത്ഭുതമാണ്. അവർ ഓരോന്നിങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കുന്നത് ശ്രദ്ധയോടുകൂടി നാം നോക്കി നിൽക്കണം. ചെറിയ കാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത്. ആ മക്കളെ കാണിക്കാൻ വേണ്ടി മാത്രം കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതുണ്ട്. അവിടെ മുമ്പിൽ നിന്ന് ചണ്ട കൂടാൻ പാടില്ല, വഴക്കിടാൻ പാടില്ല, ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല, മോശമായ വർത്തമാനങ്ങൾ വാക്കുകളൊന്നും പറയാൻ പാടില്ല. വളരെ സന്തോഷമായി എപ്പോഴും അവിടെ മനസ്സിലേക്ക് നല്ല ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ സുജൂദിൽ കിടക്കുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ തലയിൽ വന്നിങ്ങനെ കയറുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമായിരുന്നു നിസ്കാരം കഴിഞ്ഞിട്ട്, യാ റസൂലല്ലാഹ്, ഇനി ആ പ്രിയപ്പെട്ട മക്കൾ വന്ന് അങ്ങയുടെ ശിരസിലേക്ക് ഇങ്ങനെ ചാടി കയറുമ്പോ അവരെ ഞാൻ എടുത്തു മാറ്റട്ടെയോ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട ഫാത്തിമ, വേണ്ട ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട മക്കളല്ലേ, ആ പ്രിയപ്പെട്ട മക്കള് കളിച്ചോട്ടെ ചിരിച്ചോട്ടെ, അവർ പാവങ്ങളല്ലേ, അവർ അറിവില്ലാത്തവരല്ലേ, ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമില്ലാത്തവരല്ലേ. അള്ളാഹുവേ, ആ സമയത്ത് പോലും അത്രത്തോളം വലിയ ജാഗ്രത കൊടുത്തിരുന്നു അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഈ വിനീതൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അള്ളാഹുവേ പടച്ചവനെ, ഭക്ഷണം കഴിക്കാനിറങ്ങിയ ഒരു സ്ഥലത്ത് നിന്നിങ്ങോട്ട് വാഹനത്തിലേക്ക് കയറാൻ നേരത്ത് ഏകദേശം ഒരു 10-19-20 വയസ്സ് പ്രായം വരുന്ന ഒരു പയ്യനെ കണ്ടു, ഒരു യുവാവിനെ കണ്ടു, ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അള്ളാഹുവേ, ഒരു കാലം അങ്ങോട്ട് വെക്കും, മറുകാലം ഇങ്ങോട്ട് വെക്കും, ആടി ആടി റോഡിന്റെ മധ്യഭാഗത്ത് നിന്നിട്ട് നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന മോനാ, കാണാൻ നല്ല ഭംഗിയുള്ള മോനാ, എവിടെയോ ഏതോ കൂട്ടുകാരൻ കൊണ്ടുപോയി കഞ്ചാവ് അങ്ങോട്ട് കുത്തിവെച്ചിട്ട് പറന്നു വിട്ടിരിക്കുകയാണ്. അള്ളാഹുവേ, വലിയ ഫോണാണ് കയ്യിലിരിക്കുന്നത്, വലിയ വാച്ചാണ് കയ്യിൽ കെട്ടിയിരിക്കുന്നത്, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ആദരിച്ചിരിക്കുന്നത്. ഏതോ ദുബായിലോ ഖത്തറിലോ കിടന്ന് കഷ്ടപ്പെടുന്ന വാപ്പാന്റെ പൊന്നുമോനാട്.
അവിടെ വാപ്പയാണെങ്കിലോ ശമ്പളം കിട്ടുമ്പോ ഭക്ഷണത്തിന്റെ കണക്ക് പോലും കുറച്ചിട്ട് നാട്ടിലേക്ക് ഭാര്യയും മക്കളെയും നോക്കാൻ വേണ്ടി അല്ലാഹുവേ പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇവിടെ അത് ശ്രദ്ധിക്കാൻ ഈ പ്രിയപ്പെട്ടവർക്ക് നേരമില്ലാതായി പോകുന്നു. അല്ലാ, എന്റെ സഹോദരിമാരോട് പറയുകയാണ്, ഏതൊക്കെ ലോകത്താ നിങ്ങളാ പണം കൊണ്ടുപോകുന്നത്? ഭർത്താവ് കഷ്ടപ്പെട്ട് അയച്ചു കൊടുക്കുന്ന നോട്ടുകെട്ട് നിങ്ങൾ എവിടെയൊക്കെയാ കൊണ്ടുപോയി നശിപ്പിക്കുന്നത്? എത്ര ആഘോഷവേളകളില്, എത്ര ഉത്സവ പറമ്പുകളില്, എത്ര പൂരപ്പറമ്പുകളില്, എത്ര ഷോപ്പിംഗ് മാളുകളില്. അല്ലാഹുവേ, ഭർത്താവ് ഫോൺ വിളിക്കുമ്പോ ഞാൻ വീട്ടിലുണ്ടെന്ന് കളവ് പറഞ്ഞിട്ട് കറങ്ങുന്ന എത്ര പേരുണ്ട്? എങ്ങനെയാ പിന്നെ നിന്റെ മക്കള് വഴിതെറ്റാതിരിക്കുക? 16, 17, 18 വയസ്സ് പ്രായമായ പ്രിയപ്പെട്ട മക്കൾക്ക് സുലഭമായി കഞ്ചാവ് ലഭിക്കുന്ന നാട്ടിലാ ഞാനും നിങ്ങളും ഉള്ളതെന്ന് മറക്കണ്ട. എല്ലാവരും കഞ്ചാവിനെതിരെ ശക്തമായ പ്രസംഗത്തിലാണ്. ഉസ്താദുമാര് പ്രസംഗിക്കുന്നു, സ്വാമിമാര് പ്രസംഗിക്കുന്നു, പൂജാരിമാര് പ്രസംഗിക്കുന്നു, ഫാദർമാര് പ്രസംഗിക്കുന്നു, എഴുത്തുകാര് പ്രസംഗിക്കുന്നു, സിനിമാക്കാര് പ്രസംഗിക്കുന്നു, ഓരോ കായിക താരങ്ങളും പ്രസംഗിക്കുന്നു, രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നായകന്മാര് പ്രസംഗിക്കുന്നു, ഡോക്ടർമാര് പ്രസംഗിക്കുന്നു, എല്ലാവരും എഴുത്തുകാര്, ചിന്തകര്, ഗായകര് എല്ലാവരും പ്രസംഗിക്കുന്നു കഞ്ചാവിനെതിരെ, കഞ്ചാവിനെതിരെ, കഞ്ചാവിനെതിരെ. പക്ഷെ ഇന്നെനിക്ക് കഞ്ചാവ് വേണമെന്നൊരു 15 വയസ്സുള്ള പൊന്നുമോൻ ചിന്തിച്ചാൽ അവൻ കേരളത്തിന്റെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ 5 മിനിറ്റ് കൊണ്ട് അവന്റെ കയ്യിലേക്ക് കഞ്ചാവ് എത്തുന്ന സംവിധാനം വളർന്നിരിക്കുമ്പോ ആ സംവിധാനത്തിന് തടയിടാൻ മാത്രം കഴിയാത്ത ആരിവിടെ ഏത് രീതിയിൽ പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യാനാണ് റബ്ബേ? സ്കൂളിന്റെ വഴിയോരങ്ങളിലും നടക്കുന്ന നടപ്പാതകളിലും വാഹനത്തിന്റെ അകത്തുമൊക്കെ മിഠായി പോലെ കഞ്ചാവ് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോ വീട്ടിന്റെ അകത്ത് ഹദ്ദാദൂതുന്ന ഉമ്മ, മജ്‌ലിസുന്നൂറോതുന്ന ഉപ്പ, റബീഉൽ അവ്വൽ വരുമ്പോ മൗലിദ് ഓതണമെന്ന് പറഞ്ഞ് കൊതിയോടെ കാത്തിരിക്കുന്ന ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ നിന്റെ ഇസ്ലാമിന്റെ സർക്കിളിനകത്ത് ചേർത്ത് നിർത്താൻ നിനക്ക് കഴിയാതെ പോയാ, പ്രസവം മാത്രമാണ് നിന്റെ ബാധ്യതയെന്ന് തോന്നിപ്പോയോ? പ്രസവം മാത്രമാണ് നിന്റെ കടമയെന്ന് തോന്നിപ്പോയോ? എന്റെ മാക്കൂർ പീടികയിൽ വന്ന പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, വിശക്കുമ്പോ ഭക്ഷണം കൊടുക്കാൻ മാത്രം ഒരു വാപ്പയെന്തിനാ? വസ്ത്രം ആവശ്യപ്പെടുമ്പോ വാങ്ങിക്കൊടുക്കാൻ മാത്രം ഒരു വാപ്പയെന്തിനാ? യാത്രയ്ക്ക് സമയമായി എവിടെയെങ്കിലും പോണമെന്ന് പറയുമ്പോ കൊണ്ടുപോകാൻ മാത്രം ഒരു വാപ്പയെന്തിനാ? നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഏത് ഷോപ്പിംഗ് മാളിലും ഉരച്ച് കളിക്കാൻ വേണ്ടി കാർഡ് കൊടുക്കുന്ന ഒരു വാപ്പയെന്തിനാ? അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ വറജുലു റാഇൻ അലാ അഹ്ലി ബൈത്തിഹി, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ആ കുടുംബനാഥനാണ്. അല്ലാഹു ചോദിക്കുമ്പോ സങ്കടപ്പെടേണ്ടി വരും. പടച്ചവനെ നീ കാക്കണേ അല്ലാ. ഇന്നല്ലാഹ ല യഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വ വലദ വലദിഹി. അല്ലാഹ് പറയാണ്, ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് അവന്റെ മകനെയും മകന്റെ മകനെയും വരെ സംരക്ഷിക്കാൻ ആ ഒരു സ്വലാഹിയത്തിന് പവറുണ്ട് എന്നാണ്. നമ്മൾ ഒരാൾ ഒരു തലമുറയെ നന്നാക്കിയാൽ, ഇപ്പൊ ഇവിടെ 350 മക്കൾ പഠിക്കുന്ന മദ്രസ, കൃത്യമായ ആ മദ്രസയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിത്തം അവസാനിപ്പിക്കാതെ കൃത്യമായി പഠിക്കാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തു കൊടുത്താൽ അവരുടെ ഉമ്മാക്കുപ്പാക്കും താല്പര്യം കുറയട്ടെ. അതിനുള്ള സംവിധാനം, പ്രചോദനം നിങ്ങൾ, ഖത്തീബ്, പ്രസിഡന്റ്, അതുപോലെ കൂട്ടായ്മ, അവരിങ്ങനെ ഒരുമിച്ച് ചെയ്തു കൊടുത്താൽ ഈ തലമുറ കാരണമായി അവരുടെ 2 തലമുറ വരെ മാഷാ അല്ലാഹ് അതിൻ്റെ ബറക്കത്ത് നമ്മുടെ നാട്ടിലും നമ്മുടെ മഹല്ലിലും നിലനിൽക്കും. ശക്തമായിട്ട് ഈ മഹല്ല് മുന്നോട്ട് വന്നാൽ, വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രധാന സമയത്താണ് ഈ മഹല്ല് ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. മാഷാ അല്ലാഹ്, വലിയ സന്തോഷം. ഈ മഹലിനെ കുറിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചെറിയ പഠനം നടത്തിയപ്പോൾ ഒരുപാട് സാമ്പത്തികം ഇവിടുത്തെ യുവാക്കൾ ഗൾഫ് രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഇവിടെ ചിലവഴിക്കുന്നുണ്ട്, ഈ നാട്ടിലെ ബിസിനസ്സുകാർ സഹായിക്കുന്നുണ്ട്. എന്നിട്ടും മതിയാകാതെ ബാക്കി നിൽക്കുന്നത് അത്രത്തോളം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള കുറേ ഉലമാക്കളെ, പക്വതയുള്ള കുറേ ഉലമാക്കളെ മക്കളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരുമിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടുത്തെ സംഘാടകർ ഇന്ന് ഈ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവെ പടച്ചവനെ, നമ്മുടെ മഹല്ല് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാൻ, സ്വലാത്തു ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, നിസ്കാരം എന്ത് എന്ന് പഠിക്കാൻ ഉമ്മയാര്, ഉപ്പ ആര്,
അവർ മരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി എന്താ ഓതേണ്ടത്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനല്ലേ. ഞാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ പണമുണ്ടാക്കിയില്ലേ, എൻ്റെ പൈസയുടെ എൻ്റെ സാമ്പത്തികത്തിൻ്റെ ഒരു വിഹിതം ഇതിനു വേണ്ടി ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ച് അള്ളാഹുവെ മക്കൾ കാരണം എനിക്കൊരു നാശം തരരുത് രണ്ട് ലോകത്തും, ആ നിയ്യത്തിൽ സ്വതക്ക ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് കൊണ്ടുവരും. ബക്കറ്റ് കൊണ്ടുവരും. എവിടെ? മക്കൾ കാരണം രണ്ട് ലോകത്തും എനിക്ക് നാശം തരരുത് റബ്ബേ എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി. നിങ്ങൾ സലാത്ത് ഇല്ലല്ലേ? ചെല്ലില്ലല്ലോ? ചെല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവരെ വിഷമങ്ങളെ പ്രയാസങ്ങളെ നൊമ്പരങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സ്വതക്ക ചെയ്യുന്നവരുടെ മക്കളെ നീ വഴിതെറ്റിക്കരുത് റബ്ബേ, ആ മക്കളെ വഴിപിഴപ്പിക്കരുത് പടച്ചോനെ. ആ മക്കൾ കാരണം അല്ലാഹുവേ നാളെ നിന്റെ ജന്നാത്തു നഈം നേടുന്ന ഉമ്മമാരാക്കി ഉപ്പമാരാക്കി ഈ സ്വതക്ക ചെയ്യുന്നവരെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ സ്വതക്ക ചെയ്തു കൊടുക്കുന്നവരെയും അവരുടെ മക്കളെയും മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ആമീൻ ആമീൻ ആമീൻ. എല്ലാവരും ചെയ്തു കൊടുക്കട്ടോ, കാര്യമായി ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാ ഈ കാലാവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയെങ്കിലും ഇരിക്കാനുള്ള സംവിധാനം എത്ര വലിയ സംവിധാനമാണ് സംഘാടകർ ചെയ്തത്. ഇതൊക്കെ തന്നെ ഈ സാമ്പത്തിക ബാധ്യതയുടെ കൂടെ വലിയൊരു ചിലവാണ്, വലിയൊരു ചിലവാണ്. അൽഹംദുലില്ലാ ഞാൻ എന്നെ ഈ പ്രസംഗത്തിന് വേണ്ടി വിളിച്ച ഷാക്കിർ ദാരിമിയായിട്ട് സംസാരിച്ച മുനീർ സാഹിബ്, അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആളാണ്. മുനീർ സാഹിബിനോട് ഇവിടുത്തെ മഹലിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും അതുപോലെ ഇവിടുത്തെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴും അറിയാൻ കഴിഞ്ഞത് അത്ര താല്പര്യത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. ഈ വിശാലമായ ചിലവൊക്കെ ഉണ്ടാക്കി വലിയ പന്തലൊക്കെ കെട്ടി നിങ്ങൾക്ക് ഇത്രയും സംവിധാനം ഒരുക്കി തരുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് 100% ഈ പരിപാടിയുടെ കൂടെ ഇഴുകിച്ചേരണം. നമ്മുടെ മക്കളുടെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ മഹൽ ഇങ്ങനെ ഒരു മുൻകൈ എടുക്കുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കുഴിയിലാണ് വന്ന് വീഴുന്നത്. ഭക്ഷണമില്ല, മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട്. ആരോഗ്യ പ്രശ്നം വരുന്നത് ഭക്ഷണം ഒരുപാട് കഴിക്കാത്തത് കൊണ്ടാണ്. ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മക്ക്. എന്നിട്ട് ആ മകൻ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കളെ ശ്രദ്ധിക്കണടാ, ശ്രദ്ധിക്കൂലേ? കളി തുടങ്ങിയോ? ഷാഫി ഇമാമിനെ ഉമ്മ പ്രസവിക്കുമ്പോൾ ദാരിദ്ര്യം, നല്ല ഭക്ഷണം ഉമ്മാക്ക് കഴിക്കാനില്ല, കുഞ്ഞിന് കൊടുക്കാനുള്ള പാലില്ല. അങ്ങനെ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും ആ മകൻ മനഃപ്പാഠമാക്കിയെങ്കിൽ ആരായിരിക്കണം ആ പ്രിയപ്പെട്ട ഉമ്മ? എത്ര ആഗ്രഹമായിരിക്കണം ആ ഉമ്മാന്റെ മനസ്സിലുണ്ടായിരുന്നത്? എത്ര കൊതിയായിരിക്കണം ആ പ്രിയപ്പെട്ട ഉമ്മാടെ ഹൃദയത്തിൽ തൻ്റെ മകനു വേണ്ടി ഉണ്ടായിരുന്നത്? അത്രമേൽ ആർത്തിയുണ്ടാവണം ലോകത്തുള്ള ഓരോ ഉമ്മാക്കും തൻ്റെ പ്രിയപ്പെട്ട മകനെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാവണം. ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങളുടെ പ്രതീക്ഷയല്ല. അല്ലാഹുവേ ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു യതീമൻ ഫീ ഹിജ്രി ഉമ്മിഹി, പിറക്കുമ്പോൾ തന്നെ ഉപ്പയില്ല, ഉമ്മയുടെ മടിത്തട്ടിൽ യതീമായി പിറന്നു വീഴുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടാകുന്നു. അവിടെ അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ മകനെ നല്ല ഉപദേശം കൊടുത്തുകൊണ്ടാ വളർത്തിക്കൊണ്ടുവന്നത്. ഇന്ന് നമ്മുടെ ഉമ്മമാർക്ക് മക്കളോട് കൊടുക്കാൻ കഴിയാത്തത്, കൊടുക്കാൻ കഴിയാതെ പോകുന്നൊരു നല്ല ഉപദേശങ്ങളാ. എങ്ങനെയാണ് ഒരു ഉമ്മ തൻ്റെ മകളെ ഉപദേശിക്കുക? ആ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് കണക്കില്ല. പിന്നെ എങ്ങനെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മകളെ ഉപദേശിക്കുക? തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ
വാതിൽ തുറന്ന് ഉപ്പയല്ലാത്ത മറ്റൊരാളെ പ്രണയിക്കുന്നത് നോക്കി നിൽക്കുന്ന 9, 10, 11 വയസ്സായ പൊന്നുമോളോട് ഈ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, നീ ശ്രദ്ധിച്ച് സ്കൂളിൽ പോണം മോളെ, കാലഘട്ടം മോശമാണ്. ആ സമയത്ത് ആ പൊന്നുമോൾ ഉമ്മയെ ഒരു നോട്ടമുണ്ട്. ഉമ്മ ആരൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഉമ്മ ആരൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ എന്നെ ഉപദേശിക്കാനും ആക്കെന്ത് യോഗ്യതയാണുള്ളത് എന്ന ചിന്ത വരുമ്പോ ഉപദേശം പാളിപ്പോവുകയാണ്. ആൺകുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവേ, അപകടം പിടിച്ച അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ ആ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച്, മരണത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് CH സെന്ററുകൾ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുമോ? അതുപോലെ തിരുവനന്തപുരത്തേക്ക് വന്നാൽ RCC ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഈ വിനീതൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരം ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? അള്ളാഹുവേ, കൈകാല് പഴുത്തതും കുഷ്ഠരോഗം ബാധിച്ചതും കാഴ്ചയില്ലാത്തവരുമായി അള്ളാഹു മാരക രോഗം കൊടുത്ത് പരീക്ഷിച്ച് ആരും നോക്കാനില്ലാതെ വഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട പാവങ്ങളെ കൊണ്ടുവന്നിട്ടൊരു കേന്ദ്രമുണ്ടാക്കിയിട്ട് അവിടെ ഞങ്ങൾ താമസിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അവിടെയൊക്കെ കൊണ്ടുവന്നൊന്ന് കാണിച്ചു കൊടുത്തിട്ട് മക്കളുടെ മനസ്സങ്ങോട്ട് മാറ്റിയെടുക്കുക. RCCയിൽ ചെല്ലുമ്പോ കാണാം 3, 4, 5, 6 വയസ്സായ പ്രിയപ്പെട്ട മക്കള് അള്ളാഹുവേ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ ഭാഗം തൊണ്ടയിലൂടെ പഴുത്തിട്ട് ഹോൾ വീണിട്ട് അതിലൂടെ പുറത്തേക്ക് വരുന്നവര്, റബ്ബേ, കൈകാല് മരവിച്ചു പോയവര്, വ്രണം കൊണ്ട് നിറഞ്ഞു പോയവര്, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ മുറിച്ചെടുക്കപ്പെട്ടവര്, വേദന സഹിക്കാനാകാതെ എന്നെ കൊന്നു തരുവോന്ന് ചോദിക്കുന്ന രോഗികള്, അള്ളാഹുവേ, അസഹ്യമായ വേദന സഹിക്കാനാകാതെയാണ് ഒരു ക്യാൻസർ രോഗി ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടാൻ വേണ്ടി പരിശ്രമിച്ചത്. അള്ളാഹുവേ, അങ്ങനെ ലോകത്ത് കാണാനും ഇതൊക്കെ കാഴ്ചകളുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് മാത്രമല്ല, ഷോപ്പിംഗ് മോളുകൾ മാത്രമല്ല, ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നുകൊണ്ട് സെൽഫി എടുത്തിട്ട് എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കുന്ന കാഴ്ചകൾ മാത്രമല്ല, ഓരോ സീസണനുസരിച്ചിറങ്ങുന്ന പാട്ടിന്റെ വരികൾക്ക് നൃത്തച്ചുവട് വെക്കുന്ന റീൽസുകൾ മാത്രമല്ല, കാണാനുള്ള മറ്റനേകം കാഴ്ചകൾ നിന്റെ മക്കൾക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാ. എന്റെ കണ്ണൂരിലെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ഉപ്പമാരെ, നിങ്ങൾക്ക് സാധിക്കട്ടെ. അവരെ ചിരിക്കാനും കളിക്കാനും കൊണ്ടുപോയി ആഘോഷിക്കുന്നതിനോട് ഒപ്പം തന്നെ ഇത്തരം രംഗങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് മക്കളെ കൂടി പറഞ്ഞു കൊടുക്കുക. ഡയാലിസ് സെന്ററുകളുടെ അകത്തേക്കൊന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഡയാലിസ് ചെയ്യുന്ന രംഗങ്ങളും മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവേ, എന്നിട്ട് ആ മക്കളോട് പറയണം, അള്ളാഹുവാണ് മക്കളെ നമുക്ക് ഈ ശരീരം തന്നത്, അള്ളാഹുവാണ് മക്കളെ നമുക്ക് ഈ ആരോഗ്യം തന്നത്, അള്ളാഹുവാണ് മക്കളെ നമുക്ക് ഈ ആഫിയത്ത് തന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ മറക്കല്ലേ. ബാങ്ക് വിളിക്കുമ്പോ നമസ്കാരത്തിന് കൃത്യമായിട്ടും നിങ്ങൾ ഒരുങ്ങണേ. ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെ നേടിയാലും അല്ലാഹുവിനെ കൈവിടല്ലേ എന്ന് ഓരോ രാത്രിയിലും പകലിലും കണ്ണുനീരോടെയും അല്ലാതെയും ഗൗരവത്തോടെ ഉമ്മയും ഉപ്പയും തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഹൃദയത്തിൻ്റെ അകത്തേക്ക് അല്ലാഹു കടന്നിരിക്കാൻ തുടങ്ങുകയാണ്. ഈമാനിന്റെ പവർ കൂടാ തുടങ്ങുകയാണ്. പിന്നെ ഉമ്മയോടും ഉപ്പയോടുമൊത്തുള്ള പ്രാർത്ഥനകളിൽ ആ മക്കൾ സജീവമാവുകയാണ്. അൽഹംദുലില്ലാഹ്, അവിടെയാണ് ഒരു നല്ല കുടുംബമുണ്ടാകുന്നത്. ആ വീട്ടിൽ വെച്ച് മരണപ്പെടുമ്പോഴാണ് നിന്റെ പ്രിയപ്പെട്ട മക്കൾ അടുത്തു വന്ന് ഖുർആൻ ആ കണ്ണീര് ഖുർആനിന്റെ അകത്തേക്ക് വീണ്, അല്ലാഹുവേ, എൻ്റെ പൊന്നാര ഉമ്മയെ പള്ളിപ്പറമ്പിലെ പച്ചമണ്ണിൽ എനിക്ക് കൊണ്ട് വെക്കാൻ കഴിയണില്ല, എൻ്റെ കൈ വിറയ്ക്കുകയാണ്. മണ്ണ് വാരിയിടുമ്പോ മിൻഹാ ഖലഖ്നാകുന്ന് പറയുമ്പോൾ മുലപ്പാല് തന്ന് തന്നെ ചേർത്ത് പിടിച്ച ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് ചേർത്ത് വെക്കണം. അല്ലാഹുവേ, എൻ്റെ ഉമ്മച്ചിയുടെ ശരീരത്തിലേക്കാണ് ഞാൻ മണ്ണ് വാരിയിടുന്നത്. വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ. ആ ഗൗരവമുള്ള ഉമ്മയുടെ മുഖവും ചിന്തയും മനസ്സിൽ വരണമെങ്കിൽ പെങ്ങളെ
ആവശ്യമുള്ളപ്പോ അല്ലാഹുവിനെ ചേർത്ത് വെച്ച് നിന്റെ മക്കളെ വളർത്താൻ നിനക്ക് സമയം കിട്ടിയെങ്കിൽ മാത്രമേ പറ്റൂ. ഇല്ലെങ്കിൽ ഉമ്മയെ അടക്കിയിരിക്കുന്ന ഖബർ ഒരു കൊല്ലം കൊണ്ട് മറന്നു പോകുന്ന മക്കളെ ആയിരിക്കും പിന്നെ പാനൂര് നിങ്ങൾ കാണാൻ പോകുന്നത്. മാക്കൂൾ പീടികയിൽ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് അവരെ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വളർന്നു വരുന്ന ഒരു തലമുറയിൽ ഈമാനിന്റെ, ഇസ്സത്തിന്റെ, സ്വലാഹിയത്തിന്റെ, ഇഹ്സാനിന്റെ, ഇഖ്ലാസിന്റെ നന്മ ഭാഗി കൊടുക്കാൻ ഈ സംഘം പരിശ്രമിക്കുമ്പോൾ അവരോടൊപ്പം നിങ്ങൾ നിൽക്കണേ. ആ മക്കളോട് ഉമ്മ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മോനെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അയ്യമൂത്ത ദലീല, നിന്ദ്യനായിട്ട് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കൊടുക്കണേ. നിസാരനായി നിന്ദ്യനായി മരണപ്പെട്ടു പോകുമെന്നൊന്ന് പറഞ്ഞു കൊടുക്കണേ. അല്ലാഹുവേ, എത്രയോ എത്രയോ മരണം നമ്മുടെ കൺമുമ്പിലുണ്ട്. നിന്ദ്യനായി മരണപ്പെട്ടത്, നികിഷ്ടനായി മരണപ്പെട്ടത്. അല്ലാഹുവിന്റെ ലോകത്തൊരു പൊരുത്തവുമില്ലാതെ ലോകത്തിലും ഇവിടെ പറഞ്ഞു പോയാ എത്രയോ ആളുകളുടെ സംഭവം നിനക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. മക്കളോട് പറയണം, മക്കളെ അയ്യമൂത്ത അത്തുഷാന, അതേ നിസ്കാരമില്ലെങ്കിൽ, അല്ലാഹുവിനെ ഭയന്നില്ലെങ്കിൽ, ഈമാനില്ലെങ്കിൽ, ദാഹിച്ച് ദാഹിച്ച് എത്ര വെള്ളം തൊണ്ടക്കുഴിയിലേക്ക് ഇറക്കി കൊടുത്താലും ആ തൊണ്ടയുടെ കേവലം ദാഹം തീർക്കാൻ പറ്റാത്ത വിധം ദാഹം ഇങ്ങനെ നീണ്ടുകൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥ നിനക്കുണ്ടാവുമെന്ന് ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മക്കളെ പതിയെ 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 മനസ്സൊന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിയട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, മോളെ നീ മാത്രം നന്നായാ പോരാ. വാപ്പയോട് പറയുന്ന, ഹജ്ജിന് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന, സ്വതക്ക ചെയ്യുന്ന, നാട്ടിൽ ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വാപ്പയോട് പറയുന്നു, നീ മാത്രം പോരാ. നീയും നിന്റെ കുടുംബവും ആ നരകത്തെ സൂക്ഷിച്ചോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു പ്രിയപ്പെട്ട ഉപ്പ വരികയാ. ആ ഉപ്പ വന്നിട്ട് പറയുന്നു, തങ്ങളെ, എന്റെ മകൻ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല തങ്ങളെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയാണ്, എന്റെ പ്രിയപ്പെട്ട മകൻ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. എന്താണ് ചെയ്യുക? ഒരുപാട് പേര് വന്ന് പറയലുണ്ട് ഉസ്താദുമാരോടൊക്കെ, ഖത്തീബിനോടൊക്കെ. നൂലോലൊക്കെ ഉണ്ടപ്പോൾ, നൂലോദനും വെള്ളത്തിലൊക്കെ ഉണ്ടോ? ഞാൻ ഭക്ഷണം കഴിക്കണ വീട്ടിൽ അവിടുത്തെ ഉമ്മാക്കത്തിൽ വെള്ളം മന്ത്രിച്ചു കൊടുക്കുമെന്ന് ഇങ്ങനെ, പിന്നെ ആരാണ് നമ്മുടെ മുനീർ ഇങ്ങനെ ചോദിക്കേണ്ടപ്പോൾ ഇങ്ങനെ തോന്നി. ഇപ്പം അതൊക്കെ കുറഞ്ഞു. ഇപ്പം അങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അത് പുതിയ ന്യൂജൻ മോഡലിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മകൾ അനുസരണയില്ല, അങ്ങനെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനൊരു വലിയ അപകടം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഒരു വലിയ അപകടം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിനോട് വന്ന് ചോദിച്ചു, എൻ്റെ മകൻ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഹൽ ദഅൗത അലൈഹി എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മകനെതിരെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? മകനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും നന്നാവൂല, നീ ഉണം പിടിക്കൂല, നീ രക്ഷപ്പെടൂലടാ, നീ അനുഭവിക്കും, നീ പാഠം പഠിക്കും, ഇങ്ങനെയൊക്കെ ഒരു വാപ്പയും ഉമ്മയും തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഈ വാക്കുകൾ അങ്ങനെ തന്നെ ഫലിക്കുമെന്നാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഒറ്റ വാക്ക് മതി. എൻ്റെ ഉമ്മ എന്നെ നോക്കിയിട്ട് പറയണം, നീ എത്ര പ്രസംഗിച്ചാലും നീ നശിച്ചു പോടാന്ന് എൻ്റെ ഉമ്മ പറഞ്ഞാൽ അവിടെ കഴിയാണ്. അവിടെയാണ് എൻ്റെ എൻഡ് വരിക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നന്മകളുടെ എൻഡിങ് അവിടെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വാക്ക് ഉമ്മ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ഉമ്മയെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാൻ പറ്റുന്ന ഹിദ്മത്ത് ചെയ്യണം. പ്രായമായാലും ആ വാക്ക് അനുഭവിക്കാതെ ലോകത്ത് നമ്മൾ മരിക്കൂല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പറയും ഞങ്ങളങ്ങനെ വലിയ ശൈഖത്തിയും ജിന്നുമ്മയൊന്നും അല്ല, വേണ്ട. നിങ്ങൾ പ്രസവിച്ചാൽ ആ പ്രസവിക്കപ്പെട്ട സാധനത്തിൻ്റെ ഒരു മൂല്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ മനസ്സൊന്ന് നീറിയാൽ
ഈ വസ്തു കാരണമായിട്ടാണ് നിങ്ങളുടെ മനസ്സ് നീറുന്നതെങ്കിൽ ഇതിങ്ങനെ അനുഭവിക്കും. ഇത് ഇവിടെ നിന്ന് ഇറങ്ങി വന്ന സാധനമല്ലേ, അപ്പം ഇതിങ്ങനെ അനുഭവിക്കും ഭാവിയിൽ. ഇത് പറയാൻ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പ്രസവിച്ചു, പക്ഷെ നീ എന്നെ ഉപദ്രവിച്ചു, നീ അനുഭവിക്കാതെ മരിക്കൂല എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിച്ചിട്ടേ മരിക്കൂ. അതാണ് ലോകത്ത് ഇന്നുവരെ നടന്നത് മുഴുവനും അതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രിയപ്പെട്ട മാതാവ് ഫിർഔനിൻ്റെ കിങ്കരന്മാർ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ ഒളിപ്പിച്ചു വെച്ചു. അവസാനം പെട്ടിക്കകത്ത് അടച്ച് നെയിൽ നദിയിലൂടെ ഒഴുക്കി വിടാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി പാല് കൊടുക്കുകയാണ്. കരഞ്ഞ് നിറകണ്ണുകളോടെ, മോനെ ലോകത്തെവിടെ പോയാലും ഉമ്മച്ചിയുടെ മുമ്പ് തന്നെ മടങ്ങി വരണോടാ, ആ ഒരു ഉറച്ച മനസ്സിലാണ് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുക. ആ പെട്ടി അങ്ങനെ ഒഴുക്കി വിട്ടു. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. പലപ്പോഴും ഞാൻ ചിന്തിക്കലുണ്ട്, പണ്ട് കുറേ ഇങ്ങനത്തെ പാട്ടുകളുണ്ടായിരുന്നു റബ്ബേ, അതിലൊക്കെ എത്ര ചരിത്രമാണ് അല്ലേ, എത്ര രസമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ മക്കൾക്ക് പഠിപ്പിച്ചത്, മക്കൾ പാടിയത്. ഇന്നത് കേൾക്കാനുമില്ല കാണാനുമില്ല. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല നല്ല രസമല്ല അതിങ്ങനെ കേൾക്കാൻ. ആ ചരിത്രം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരും ഓരോ ഭാഗം. ഇന്ന് അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മക്കൾക്ക് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇങ്ങനെ തലയിലേക്ക് വന്നുപോയി. അതിന് മാറ്റാൻ വലിയ പ്രയാസമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരികെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ പാല് കുടിക്കാൻ അള്ളാഹു കൊണ്ടുവരുന്ന രംഗമാണ് ഞാൻ പറഞ്ഞു വന്നത്. തിരിച്ചങ്ങനെ തന്നെ അള്ളാഹു കൊണ്ടുവരികയാണ്. അതാണ് ഒരു ഉമ്മയുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം അള്ളാഹുവിൻ്റെ കബൂലിയത്തുമായി ചേർന്നിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, അറിയാതെ പോലും നിന്റെ മക്കളുടെ മുഖത്ത് നോക്കി നീ രക്ഷപ്പെടൂലടാന്ന് പറയല്ലേ. അവൻ പിന്നെ എത്ര കൊല്ലം ഗൾഫിൽ കിടന്ന് പണിയെടുത്താലും അവസാനം അവന് രക്ഷയില്ലാതായി പോകും. അതുകൊണ്ടാണ് ഭാര്യമാരോട് പറയുന്നത്, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉമ്മയുമായി പിണങ്ങാനും വഴക്കിടാനും അടിയുണ്ടാക്കാനും നിങ്ങൾ കൂടി കൂട്ടുനിന്നു കൊടുക്കരുത്. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സുരുകിപ്പോയാ പിന്നെ നിങ്ങളുടെ ജീവിതമാണ് മോളെ നിനക്ക് നഷ്ടമാകുന്നത്. നിന്റെ പ്രിയപ്പെട്ട മക്കൾക്കാണ് ഉപ്പയെ നഷ്ടമാകുന്നത്, നിനക്കാണ് നല്ലൊരു കുടുംബജീവിതം നഷ്ടമാകുന്നത്. ഒരിക്കലും ആ ഒരു അവസ്ഥ നിനക്ക് വരാതിരിക്കട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ പ്രിയപ്പെട്ട മകനെതിരെ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ട് തങ്ങളെ. പലപ്പോഴും അവന്റെ കുസൃതി കൂടുമ്പോ, അവന്റെ ഗുരുത്തക്കേടൊക്കെ കൂടുമ്പോ അറിയാതെ പല വർത്തമാനം ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. അത് തന്നെയാണ് നിന്റെ പ്രിയപ്പെട്ട മകന്റെ അനുസരണക്കേടിന് കാരണമെന്ന് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുമ്പോ ഇത് തമാശയല്ല. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വന്ന് സലാം പറയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സലാം അടക്കുകയാണ്. ചില സഹാബികൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സലാം കേട്ടിട്ടുണ്ട് എന്നാണ് ചില മഹാരഥന്മാർ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്നതിന് മുമ്പ് തന്നെ സൂചന കൊടുത്തിട്ടുണ്ട് എന്നാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു താൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോ, തൻ്റെ അടുത്ത് അസ്റായീൽ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ, തൻ്റെ റൂഹ് പിടിക്കാൻ പോകുന്നു എന്ന് ബോധ്യമായപ്പോ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ, എൻ്റെ മക്കള് ചെറിയ മക്കളാണ് അല്ലാ, ചെറിയ കുട്ടികളാണ് റബ്ബേ, ഒരു പക്വതയിലേക്ക് അവരെത്തിയിട്ടില്ല അല്ലാ. അതുകൊണ്ട് അവരുടെ നല്ല ജീവിതം കാണാൻ വേണ്ടി എനിക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ. എന്നെ ഇപ്പം മരിപ്പിക്കല്ല റബ്ബേ, എൻ്റെ മക്കളുടെ ജീവിതം ഞാനൊന്ന് കണ്ടോട്ടെ നാഥാ എന്ന് പറഞ്ഞ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതം കാണാൻ വേണ്ടി ആയുസ് നീട്ടിക്കൊടുത്തു എന്നാണ്.
അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈമാനികമായ ബന്ധം അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ആ ബന്ധത്തിലൂടെ നിങ്ങൾ വളർന്നാൽ അള്ളാഹുവിന്റെ ഖബൂലിയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ സദസ്സിൽ ഞാൻ കാണുന്ന ബന്ധം അതാണ്. അതെ, ആരോ പ്രസവിച്ച മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സംഘത്തിനുണ്ടാകുന്ന മഹബത്താണ് മദ്രസയോടുള്ള സഹായം എന്ന് പറയുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല മദ്രസ, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ഉസ്താദുമാര്, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ആലിമീങ്ങൾ. അൽഹംദുലില്ലാഹ്, സന്തോഷത്തിൻ്റെയും ആത്മീയതയുടെയും നിറനിലാവ് തിളങ്ങി നിൽക്കുന്ന പാനൂരിൻ്റെ മണ്ണില് അത്ഭുതകരമായിട്ട് ഈ മദ്രസ തളരാതെ വളർന്നു വരാൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹുവേ, നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു മക്കളും വഴിതെറ്റി പോകാതിരിക്കാൻ, ഒരു മക്കളും നാളെ പരലോകത്ത് ഉമ്മാക്കും ഉപ്പാക്കും എതിരാകാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാമെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്. ആ കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ ദുആഇന് മുമ്പ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സന്തോഷമുള്ളവരാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ഈമാനുള്ളവരാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വലാത്ത് ചൊല്ലുന്നവരാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ആഫിദീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, മക്കൾ നന്നായി കഴിഞ്ഞാൽ, മക്കൾ അല്ലാഹുവിന്റെ പൊരുത്തമുള്ളവരായി മാറിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എൻ്റെ മക്കൾ മലപ്പുറത്ത് പാണക്കാട് സ്ട്രൈറ്റ് പാത്ത് സ്കൂളിലാണ് എൻ്റെ 3 ആമക്കളും പഠിക്കുന്നത്. ഒരാൾ അൽഹംദുലില്ലാഹ് 27 ജുസ് പൂർത്തിയായി. അടുത്തയാൾ ചെറിയ കുട്ടിയാണ്, 8 വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ, 2ാമത്തെ ജുസുവിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ ലോകത്തിരുന്ന് വിട പറയുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട മക്കളെയൊക്കെ ഹാഫിളീങ്ങളായി ആലിമീങ്ങളായി കണ്ട് വാപ്പാന്റെ സന്തൂക്ക് പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അള്ളാന്റെ ദീനുള്ള മക്കളായിട്ട് നടന്നു പോകുന്നവരായി മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചിന്തയും ആ ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടാവണം. എൻ്റെ പാനൂര് വന്ന ഉമ്മമാരോട് ചോദിക്കുകയാണ്, കള്ളും കഞ്ചാവും കുടിച്ചു ബോധമില്ലാതെ കബറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന മക്കളെ നിനക്ക് ഗുണപ്പെടൂല മോളെ. അവർ ഖുർആൻ ഓതട്ടെ, അവർ ദിക്ർ ചൊല്ലട്ടെ, അവർ കണ്ണീരൊഴുക്കിയിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പടച്ചവനെ, ഈ സംഘത്തെ നീ ഖബൂലാക്കണേ അല്ലാ.